എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ടും ലൈക്കും അഭിപ്രായങ്ങളും ഒക്കെയാണ് നമുക്ക് പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. നാളത്തെ വിശേഷം നമ്മൾ കാണുന്നേ ആലോകും മിഥുനും കൂടെ ആ ക്രൂരത ചെയ്യാനായിട്ട് തുടങ്ങുവാണ്. ആരിനെ കൊല്ലാനായിട്ടുള്ള പ്ലാനുകളൊക്കെ ഇട്ട് ആരിനെ ഇല്ലാതാക്കാനായിട്ട് പോവാണ്. അതിന്റെ വിശേഷങ്ങളാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ഇന്ന് തന്നെ നമ്മൾ കണ്ടു ആനന്ദിനെ കാണാനായിട്ട് ശ്രീവിദ്യയും ശ്രീദേവിയും കൂടെ വരുവാണ്. അങ്ങനെ ആനന്ദിനെ കൊണ്ടുവന്ന് കോഴിക്കോട്ടേക്ക് കൊടുത്ത് ആനന്ദ് അത് ആസ്വദിച്ച് നിന്നോണ്ടിരുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ധർമ്മന്റെ വരവ്. ധർമ്മനെ കണ്ടതും വായി വെച്ച് കോഴിക്കോട്ട ഇറക്കണോ വേണ്ടയോ എന്നറിയത്തില്ലാതെ ഒരു നിമിഷം ആനന്ദ് ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് ശ്രീദേവി ശ്രീവിദ്യയും തിരിഞ്ഞു നോക്കുകയാണ്. അപ്പോഴാണ് ധർമ്മം വരുന്നുണ്ട്. ചേച്ചി ഇതേ ആനന്ദേട്ട മാമനാണല്ലോ വരുന്നതെന്ന് പറയാണ്. ശ്രീദേവിക്ക് ആകെപ്പാട് ചമ്മല് തോന്നി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആനന്ദ് വന്നിട്ട് ചോദിച്ചു, ആഹാ ഇതെന്താ ധർമ്മ നീ ഇങ്ങനെ നിൽക്കുന്നേ, കോഴിക്കോട്ടെ വിഴുങ്ങിയ പോലെ നിൽക്കണ എന്താന്ന് ചോദിക്കാം. അല്ല അത് പിന്നെ മാമ ഞാന്. ഇതെന്താ നീ കോഴിക്കോട്ട് തിന്നാൻ വന്നാണോ? അത് നിനക്ക് എവിടെ നട കോഴിക്കോട്ടേക്ക്? അത് പിന്നെ ദേവി കൊണ്ടായിക്കൊണ്ട് വന്നാന്ന് പറയാം. ആ കൊള്ളാലോ, ഇപ്പൊ കോഴിക്കോട്ടേക്ക് കൊണ്ടുവന്ന് കൊടുക്കാൻ തുടങ്ങിയോ? കൊടുക്കൽ വാങ്ങൽ പരിപാടിയൊക്കെ നടത്താൻ തുടങ്ങിയോന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോ ശ്രീവിദ്യ പറഞ്ഞു, അത് പിന്നെ ചേച്ചിക്ക് ഒത്തിരി ഇഷ്ടമുള്ള സാധനം കോഴിക്കോട്ട. അപ്പൊ കഴിഞ്ഞ ദിവസം ആനന്ദേട്ടൻ വിളിച്ചപ്പോ കോഴിക്കോട്ടയുടെ കാര്യം പറഞ്ഞായിരുന്നു. അപ്പൊ ചേച്ചി കോഴിക്കോട്ട ഉണ്ടാക്കിയപ്പോ ആനന്ദേട്ടൻ കൊണ്ടേ കൊടുക്കാൻ വന്നാന്ന് പറയാം. നടക്കട്ടെ നടക്കട്ടെ, കോഴിക്കോട്ട് തീറ്റ നടക്കട്ടെ. അത് എത്ര കാലം ആയടാ തുടങ്ങിയിട്ടെന്ന് ചോദിക്കാം. ആനന്ദ് പറഞ്ഞു, അയ്യോ മാമ വെറുതെ തെറ്റിയിരിക്കില്ല, ഞാൻ ആദ്യമായിട്ടാണ് ശ്രീദേവിനെ കാണുന്നത്, ഞാൻ ഇതങ്ങോട്ട് വിശ്വസിച്ചെന്ന് പറയാം. ശ്രീദേവി പറഞ്ഞു, അയ്യോ ധർമ്മ മാമ ഇന്ന് ആദ്യമായിട്ടാ ഞാൻ ആനന്ദേട്ടനെ കാണാൻ വന്നേന്ന് പറയാം. പഠിച്ച കള്ളനും കള്ളിയാ, കൊള്ളാലോന്ന് പറയാം. അവന്റെ മുഖത്തെ നാണം കണ്ടാൽ അറിയാലോ എന്ന് പറയാം. ആ സമയം ധർമ്മനോട് ആനന്ദ് പറഞ്ഞു, മാമൻ ഇന്ന് പോകാം. മാമൻ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കാം. ഞാനേ ഇതുവഴി അവിചാരിതമായതൊന്ന് പോയതാ, അപ്പോഴാ നിന്നെ കണ്ടേന്ന് പറയാം. അതുകൊണ്ട് എന്താ കോഴിക്കോട്ട് തിന്നുന്ന കാഴ്ച കണ്ടില്ലെന്ന് ചോദിക്കും. പെട്ടെന്ന് ആനന്ദ് പറഞ്ഞു, മാമൻ ഒരു കാര്യം ചെയ്യുക, മാമൻ ഒന്നെടുത്ത് കഴിക്കാൻ പറയണം. ശ്രീദേവി മാമനൊരു കോഴിക്കോട്ട കൊടുക്കാൻ പറയണം. എന്റെ പൊന്നോ എനിക്ക് വേണ്ടേ, നിന്റെ ഭാര്യയാവാൻ പോകുന്ന പെൺകുട്ടി കൊണ്ട് തന്നല്ലേ, നീ തന്നെ കഴിച്ചാൽ മതി, ഞാൻ അങ്ങോട്ട് പോയേക്കാന്ന് പറയാ. സ്വർഗത്തിലെ കട്ടുറും പാനായിട്ടൊന്നും ഞാനില്ലെന്ന് പറയാണ്. ഇത് കേട്ടപ്പം ആനന്ദ് പറഞ്ഞു, പോ മാമ എന്ന് പറയണം. എന്നൊക്കെ പറഞ്ഞ് മോളി ഒരു ചിരിയൊക്കെ ചിരിച്ചിട്ട് അങ്ങോട്ട് പോവാണ്. ഇവനാള് കൊള്ളാല, പമ്മി ഇരുന്നിട്ട് സന്യാസി ആവാൻ പോകുന്നു പറഞ്ഞിരുന്നവനാ ഇപ്പോഴാണ് കോഴിക്കോട്ടാൻ നിന്നുകൊണ്ട് ഇവിടെ ഇരിക്കുന്നു. അങ്ങനെ പോയി കഴിഞ്ഞപ്പോ ധർമ്മന്റെ ആ പോക്ക് കണ്ടിപ്പോ ആനന്ദ് പറഞ്ഞു, ഇനി വീട്ടിലേക്ക് എല്ലാം പറ്റുമെന്ന് തോന്നില്ല. അതെന്താ ആനന്ദേട്ടാ അങ്ങനെ പറഞ്ഞേ എന്ന് ശ്രീദേവി ചോദിക്കുക. കളിയാക്കി കൊല്ലൂന്നേ. ഇപ്പൊ തന്നെ ചെന്ന് ആകാശേട്ടനോടും അവരോടൊക്കെ കാര്യങ്ങൾ പറയും. പോരാത്താൻ അനുശ്രീ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മതി അവൾക്ക് കളിയാക്കാനായിട്ട്. മീനാക്ഷി അടുത്ത് എല്ലാരും കൂടെ കൂടി കളിയാക്കി എന്നെ ഒരു പരുവാക്കുമെന്ന് പറയാം. അതിനിപ്പോ എന്താ, ഇന്നല്ലെങ്കിൽ നാളെ ദേവി ചേച്ചി ആനന്ദേട്ടന്റെ ഭാര്യയാൻ പോകുന്ന പെൺകുട്ടിയല്ലേ, പിന്നെ എന്തിനാ ആനന്ദേട്ടൻ ഇത്ര സങ്കടപ്പെടുന്നേ, ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്താന്ന് വിദ്യ ചോദിക്കാം. അല്ല എനിക്ക് ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല, പിന്നെന്താ കുഴപ്പം, ആനന്ദേട്ടൻ ധൈര്യമായിട്ട് ഇരിക്കാൻ പറയാണ്. ഈ കോഴിക്കോട്ടെ മൊത്തം ആനന്ദേട്ടൻ വെച്ചാളാനും പറഞ്ഞ് അതങ്ങോട്ട് കൊടുക്കണം. അയ്യോ വേണ്ട ദേവി ഇത് മതിയെന്ന് പറയാം. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ കൊണ്ടു തന്നല്ലേ, ആനന്ദേട്ടൻ കഴിക്കാതിരിക്കില്ലെന്ന് പറയാം. ഇങ്ങനെ സ്നേഹത്തോടെ പറഞ്ഞു കഴിയുമ്പം ആനന്ദിനെ മേടിക്കാതിരിക്കാൻ പറ്റില്ല. ആനന്ദാണെങ്കിൽ ദേവിയുടെ മുഖത്തൊന്ന് കണ്ണുപോലും മായ്ക്കുന്നില്ല, അങ്ങനെ തന്നെ നോക്കിയിരിക്കുവാണ്. ഈ കാഴ്ച കണ്ടപ്പം ശ്രീവിദ്യയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. ഇനിയിപ്പൊ ആരൊക്കെ പറഞ്ഞ് കല്യാണം മുടക്കാൻ ശ്രമിച്ചാലും ആനന്ദൻ ഒരു കാരണവശാലും ദേവി ചേച്ചിനെ വിട്ട് കളയില്ല. അത്രമാത്രം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ നോട്ടം കണ്ടാൽ തന്നെ അറിയാം. അന്നാ ചേച്ചി നമുക്ക് പോയാലോന്ന് ചോദിക്കാം. അന്ന് ഞങ്ങൾ പോട്ടെ ആനന്ദേട്ടാന്ന് ചോദിക്കും. അല്ല എന്താ അത്ര ധൃതി, അല്ല അച്ഛനും അമ്മയും അന്വേഷിക്കും, പെട്ടെന്ന് വരാമെന്നും പറഞ്ഞ് പോന്നാ, ഞങ്ങൾ പോട്ടേന്ന് ചോദിക്കാം. ശരി ആയിക്കോട്ടെ എന്ന് പറയണ. അങ്ങനെ അവർക്ക് ടാറ്റയൊക്കെ കൊടുത്ത് ആനന്ദ് അവരെ കൂടെ വിടുവാണ്. അവര് പോയി കഴിഞ്ഞപ്പം എന്തെന്നില്ലാത്തൊരു സന്തോഷമാണോ മനസ്സുഖമാണോ എന്തോ ആനന്ദിന് ഇത്രയും നാളും അനുഭവിച്ചിട്ടില്ലാത്ത എന്തോ ഒന്ന് ആ ആനന്ദിന്റെ മനസ്സിലേക്ക് വരിക. ഇപ്പഴാ ദേവിനെ കാണുന്ന ഒരു പ്രതീക്ഷ പോലും ആനന്ദിന്റെ മനസ്സിലില്ലായിരുന്നല്ലോ. ആ സമയത്ത് ഗോമതി മിറ്റു അടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് മുത്തശ്ശി വരുന്നത്. ഗോമതിനെ വന്ന് മുത്തശ്ശി വിളിക്കുകയാണ്. ഗോമതി എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ പെട്ടെന്ന് അമ്മേനെ കണ്ട് ഓടി ഗോമതി ആ മതിലിന് അങ്ങോട്ട് ചെല്ലുവാണ്. എന്താമ്മ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെന്ന് ചോദിക്കുക. ഇവിടെ അല്ലല്ലോ വിശേഷം, അവിടെയല്ലേ വിശേഷം എന്ന് ചോദിക്കുക. അല്ല അമ്മ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ, ധർമ്മം ഒന്നും പറഞ്ഞില്ലേന്ന് ചോദിക്കും. പറഞ്ഞു, എനിക്ക് സന്തോഷമായെന്ന് പറയാം. എത്ര കാലമായി ആനന്ദിന് കല്യാണം ആലോചിക്കുന്നത്, ഇപ്പോഴെങ്കിലും ഒരു പെൺകുട്ടി ഒത്തു വന്നല്ലോ എന്ന് പറയണം. അതേമ്മ ഞങ്ങളും കുറെ ആലോചിച്ച കാര്യമാ, പക്ഷേങ്കിൽ ബാലേട്ടൻ ഇതിനു വേണ്ടി നേർന്ന് ചെരുപ്പ് വരെ ഇടാതെ പ്രതിജ്ഞ വരെ ചെയ്ത് നടക്കുമായിരുന്നു. അവസാനം അവന്റെ മനസ്സിനിണങ്ങുന്ന ഞങ്ങളുടെ കുടുംബത്തിന് ചേരുന്നൊരു ബന്ധം വന്നേക്കെന്ന് പറയാം. എത്രയും പെട്ടെന്ന് നടന്നാൽ മതിയായിരുന്നു പറയും. ഇത് കേട്ട മുത്തശ്ശി പറഞ്ഞു, അത് ശരിയാ, നടക്കും മോളെ, നീ ധൈര്യമായിട്ട് ഇരിക്കുക,
പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. വലിയ കുടുംബത്തിലെ പെൺകുട്ടിയാന്നൊക്കെ അറിയാൻ കഴിഞ്ഞു. അതെ, വലിയ കുടുംബത്തില് 10-250 പവന് ഇട്ട് അവര് കല്യാണം നടത്തുന്നേ. അത് മാത്രമല്ല, ഉദയഭാനു സാർ എന്ന് പറഞ്ഞാൽ വലിയ ബിസിനസ്സുകാരനാ. മന്ത്രിമാരും MLA മാരും MP മാരും ഒക്കെ ആയിട്ട് ബന്ധം എന്ന് പറയാ. ആഹാ, കൊള്ളാലോ. പിന്നെ ഒരു കാര്യമുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഇവിടുത്തെ രാജശ്രീക്ക് ഇഷ്ടപ്പെട്ടില്ല. രാജശ്രീക്ക് അസൂയ മൂത്തിരിക്കുക എന്ന് പറയാ. അത് പിന്നെ എനിക്ക് അറിയാവുന്ന കാര്യമല്ലേന്ന് ചോദിക്കാം. രാജശ്രീയുടെ കാര്യം ഇന്നല്ലേ നമുക്കറിയാവുന്നേ. അലോകിന്റെ കല്യാണം നടക്കാത്ത ദേഷ്യം അവൾക്ക്. അത് മാത്രല്ല, മിത്രയുടെ കല്യാണം അന്നല്ലേ, മിത്ര കാരണമല്ലേ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. ആരെയും കൊണ്ടുപോവുകയും ചെയ്തില്ലേ. അപ്പൊ അതിന്റെ ഒരു ദേഷ്യവും വൈരാഗ്യം ഇപ്പോഴും അവൾ കൊണ്ടെന്ന് പറയാം. അതിന്റെ മുറിവുറുപ്പും പ്രശ്നങ്ങളും ആയിട്ടാ രാജശ്രീ നടക്കണേന്ന് പറയാം. കോമതി പറഞ്ഞു, ഇനിയിപ്പൊ ആരൊക്കെ മുറിവുറുത്തിട്ടും കാര്യമില്ല അമ്മേ, ഈ കല്യാണം നടക്കും. ആരൊക്കെ കല്യാണം മുടക്കാൻ നോക്കിയാലും കല്യാണം നടക്കുമെന്ന് പറയാം. അവർക്ക് ഞങ്ങൾ അത്ര വിശ്വാസം. ഉദയഭാനു സാറ് ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്. എല്ലാ കാര്യങ്ങളും ബാലേട്ടനോട് പറയാറുണ്ട്. ബാലേട്ടനും ഭയങ്കര സന്തോഷത്തിലാ. ഇത്രയും കാലത്തെ കാത്തിരിപ്പിന്റെ ഒടുവില് നല്ലൊരു കല്യാണം അല്ലേ വന്നിരിക്കുന്നത്. അപ്പൊ ഗംഭീരമാക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു പറയാം. മുത്തശ്ശി പറഞ്ഞു, അത് ശരിയാ. ആനന്ദിന്റെ സ്വഭാവത്തിനാണെങ്കിൽ ആനന്ദൻ നല്ലവനല്ലേ, നല്ലൊരു പെൺകുട്ടീനെ തന്നെ അവന് കിട്ടട്ടെ എന്ന് പറയണം. അപ്പോഴാണ് രാജശ്രീ അങ്ങോട്ട് വരുന്നത്. രാജശ്രീ നോക്കിയപ്പോ അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടു. അമ്മയും ഗോമതിയും കൂടെ. പെട്ടെന്ന് രാജശ്രീ അങ്ങോട്ട് വരികയാണ്. കൊള്ളാം, രണ്ടുപേരും കൂടെ കല്യാണക്കാരും ചർച്ച ചെയ്യുമായിരിക്കും അല്ലേ. ഇത് കേട്ടപ്പോ ഗോമതി പറഞ്ഞു, ആണെങ്കിലാ, ആണെങ്കിൽ വെറുതെയാ, നടക്കാനൊന്നും പോകുന്നില്ലെന്ന് പറയാ. അതിപ്പം രാജശ്രീ തീരുമാനിച്ചിട്ട് കാര്യമില്ലെന്ന് പറയാ. പിന്നെ വേറെ ആര് തീരുമാനിക്കണം? ഉറപ്പായിട്ടും ആ കല്യാണം നടക്കില്ല. ആ കല്യാണം മുടങ്ങിയിരിക്കും. ഇല്ല, ഞങ്ങൾ മുടക്കൂന്ന് പറയാ. അച്യുതേട്ടനും അലോകമൊക്കെ ഇരിക്കുന്ന വെറുതെ അല്ല, ഈ കല്യാണം മുടക്കാൻ വേണ്ടിയാന്ന് പറയാ. നിന്റെ ബാലന്റെ അഹങ്കാരം ഉണ്ടല്ലോ, ഇതോടുകൂടി തീർന്നു. എല്ലാരെയും വിളിക്ക്, നാട്ടുകാരെയൊക്കെ വിളിച്ച് ഗംഭീര സദ്യ ഉണ്ടാക്കുക. സദ്യ ഉണ്ടായി കഴിയുമ്പോഴേ ഈ കല്യാണം മുടങ്ങിയെന്നുള്ള കാര്യം നീയൊക്കെ അറിയാൻ പോകുന്നുള്ളൂ. എന്റെ അലോകിന്റെ കല്യാണം മുടക്കിയതല്ലേ. അത്ര ആൾക്കാരെയും വിളിച്ച് അവരുടെ മുന്നിൽ ഞങ്ങൾ നാണം കെട്ട് തല കുണിച്ചു നിന്നു. അതിനുള്ള ശിക്ഷ നിനക്ക് കിട്ടാൻ പോകുന്നേ, നീയൊക്കെ അനുഭവിക്കാൻ പോകുന്നുള്ളെന്ന് പറയാം. ഇത് കേട്ടപ്പോ ഗോമതി പറഞ്ഞു, അതെ, രാജശ്രീക്ക് മുടക്കാൻ പറ്റുമെങ്കിൽ രാജശ്രീ മുടക്ക്. അലോകിനെയോ അച്യുതേട്ടനോ ആരെ വെള്ളം വിളിക്കുക, എല്ലാരെയും വിളിച്ചോണ്ട് നീ കല്യാണം മുടക്കാൻ നോക്ക്. നിങ്ങൾ എത്ര തലയും കുത്തി മറന്നു പറഞ്ഞാലും ഈ കല്യാണം നടക്കുമെന്ന് പറയാം. പിന്നെ നിനക്ക് അത്രയ്ക്ക് അഹങ്കാരമാണോ? അവസാനം നീ ഇതിലൂടെ കരഞ്ഞോണ്ട് നെട്ടോട്ട് ഓടുന്ന ഞാൻ കാണും ഗോമതിന്ന് രാജശ്രീ പറയാണ്. ഗോമതി, അത് നമുക്ക് കാണാം ആരായാലോടെ നെട്ടോട്ട് ഓടുന്നതെന്ന്. ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്റെ മോളെയും വിളിച്ചോണ്ട് മരുമോളെയും വിളിച്ചോണ്ട് ഈ തിണ്ണയിലേക്ക് വരും. നീ അവിടെ ഇറങ്ങിയിരിക്കണം ആ കാഴ്ച കാണാനെന്ന് പറയാം. ശരി, നമുക്ക് കാണാന്ന് പറയണ. പിന്നീട് നന്ദിനി അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, എന്താ രാജശ്രീ ഇങ്ങനെയൊക്കെ പറയണേ, ഇങ്ങനെയൊക്കെയാണോന്ന് ചോദിക്കും. ഓ, നിങ്ങളിപ്പോ ഒരു കൂട്ടുകക്ഷിയാണല്ലോ, അതുകൊണ്ടാണല്ലോ. ഒന്ന് ഓർത്തു വെച്ചോ, ഒരിക്കലും ഈ കല്യാണം നടക്കാൻ പോകുന്നില്ല നന്ദയെടുത്തി. വെറുതെ ഇവര് അതിന് വെള്ളം അങ്ങോട്ട് വാങ്ങി വെച്ചാൽ മതി. ഞാൻ പറയാനുള്ള കാര്യം മുൻകൂർ അങ്ങോട്ട് പറഞ്ഞെന്നുള്ളൂ. ഇത് കേട്ടതും മുത്തശ്ശി പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് രാജശ്രീ നീ പെരുമാറുന്നേ. നിനക്ക് എന്താ സ്ഥലകാലബോധം ഇല്ലേ? ഒരു കല്യാണം നടക്കട്ടെ എന്നല്ലേ വെക്കണ്ടേ, അതിന് നീ ഇങ്ങനെയൊക്കെയാണോ പറയണേന്ന് ചോദിക്കും. ഓ, അമ്മ ഇപ്പൊ ഇവരുടെ പക്ഷത്തായിരുന്നല്ലോ അല്ലേ. അമ്മയുടെ മോള് കുറെ കാലം മുമ്പ് എല്ലാരും നാണം കെടുത്തിയിട്ട് ആങ്ങളമാരുടെ നെഞ്ചത്തിന് ചവിട്ടി പോയി കഴിഞ്ഞപ്പം അമ്മയ്ക്ക് വിഷമമില്ലായിരുന്നു. ഓ, പിന്നെ സ്വന്തം മോളായതുകൊണ്ട് അമ്മ അങ്ങ് ക്ഷമിച്ചു. പക്ഷേങ്കില് എന്റെ മോന്റെ വിവാഹം പോണെങ്കില് എനിക്കങ്ങ് ക്ഷമിക്കാനൊന്നും പറ്റില്ല. ഇവളുടെ മകൻ കാരണമാ എന്റെ മോന്റെ വിവാഹം മുടങ്ങിയത്. അതെനിക്ക് പെട്ടെന്ന് മറക്കാൻ പറ്റില്ല. എന്നിട്ടോ അവളുടെ വീട്ടിൽ ആഘോഷം നടന്നു കഴിയുമ്പോ ഇവിടെ സന്തോഷിച്ചിരിക്കണമെന്നോ? അതിന് എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. ഈ കല്യാണം മുടങ്ങി കഴിയുമ്പോ ഞാൻ അർമാദിക്കുമെന്ന്. മണ്ടയ്ക്കാട്ട് ഭഗവതിയാണ് സത്യം. ഞാൻ പറയണേ, ഈ കല്യാണം മുടങ്ങിയിരിക്കും. ഇല്ല, ഞാൻ മുടക്കും എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് കയറി പോവാ. അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു, എന്റെ ഗോമതി, നീ അതൊന്നും കേട്ടിട്ട് കാര്യമൊക്കെ വേണ്ട. അവളുടെ കാര്യല്ലേ, കല്യാണം മുടങ്ങാനൊന്നും പോകുന്നില്ലെന്ന് പറയണം. പെട്ടെന്ന് അന്തിത പറഞ്ഞു, അതെ ഗോമതി ചേച്ചി എന്തിനാ വിഷമിക്കണേ? ഈ കല്യാണം നടക്കും. ഈ കല്യാണം നടക്കാൻ പോകുന്നതിന് ദേഷ്യം അസൂയൊക്കെ ഉണ്ട്. അവര് പലവട്ടം നോക്കി കാണുമായിരിക്കും കല്യാണം മുടക്കാനായിട്ട്. ആ നടക്കാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടാണെന്ന് പറയാ. ഗോമതി പറഞ്ഞു, അല്ല, ഇതിനു മുമ്പ് ഉദയഭാനു സാറിനോട് പോയി ആരണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കല്യാണം നടക്കരുത്, അവര് നല്ല കുടുംബക്കാരല്ലെന്നൊക്കെ. പക്ഷെ സാറ് ഒന്നും മൈൻഡാക്കാൻ പോയില്ല. അതുകൊണ്ട് ഇനി പേടിക്കണ്ട. സാറ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെക്കുറിച്ച് ആരും എന്ത് പറഞ്ഞാലും ഞങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ലെന്ന്. അതുകൊണ്ട് ആ ഒരു പേടിയും ഭയമൊന്നും ഞങ്ങൾക്കില്ല നന്ദിതേ. അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ലെന്ന് പറയാണ്. പിന്നീട് മുത്തശ്ശി പറഞ്ഞു, എന്തായാലും നല്ലൊരു കുടുംബക്കാരെയല്ലേ കിട്ടിയേക്കുന്നത്. അതുകൊണ്ടല്ലേ ഇതൊക്കെ കേട്ടിട്ട് അവര് കല്യാണമായിട്ട് മുന്നോട്ട് പോകുന്നേ. അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല, ധൈര്യമായിട്ട് പൊക്കോ എന്നും പറഞ്ഞിട്ട് ഗോമതിക്ക് ധൈര്യം കൊടുത്തിട്ട് മുത്തശ്ശി അങ്ങോട്ട് പോവാ. ഈ സമയം ശ്രീദേവി ശ്രീവിദ്യയും കൂടെ വീട്ടിലേക്ക് വരുവാണ്. അപ്പോഴേക്കും ഉദയഭാനും ശ്രീകലയും വന്നിട്ടുണ്ടായിരുന്നു. അല്ല, നിങ്ങൾ രണ്ടും എവിടെ പോയതാ? കുറെ സമയമായല്ലോ എന്ന് ചോദിക്കുക. പെട്ടെന്ന് വിദ്യ പറഞ്ഞു, ഞങ്ങള് ആനന്ദനെ കാണാൻ പോയതാ. ആനന്ദനെ കാണാനോ? ഇന്നലെ ആനന്ദനെ കാണാൻ പോയത്. അത് പിന്നെ ശ്രീദേവി ചേച്ചി ഉണ്ടാക്കി കോഴിക്കോട്ട് ആനന്ദനെ കൊടുക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാന്ന് പറയാ. പെട്ടെന്ന് ശ്രീദേവി പറഞ്ഞു, ഇടി ഞാനോ? നീ അല്ലേ പറഞ്ഞ കൊണ്ടേ കൊടുക്കാന്ന്. ശ്രീകല പറഞ്ഞു, കോഴിക്കോട്ടെ കൊണ്ടേ കൊടുക്കുന്ന കൊള്ളാം.
അവനെ കയ്യിലെടുക്കാനുള്ള പണി നോക്കണം. അറിയാലോ, ഈ കല്യാണം ഒരു കാരണവശാലും മുടങ്ങാൻ പാടില്ലെന്ന് പറയാം. അറിയാന്ന് പറയാം. ഇതും പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ ഇങ്ങോട്ട് പോവാണ്. അപ്പോഴേക്കുമാണ് കുറെ സാധനം അവിടെ ഇരിക്കുന്നുണ്ട്. അല്ലമ്മേ, ഈ സാധനങ്ങളൊക്കെ ഇതോ? ഇത് നമ്മുടെ സ്വന്തം കടയിൽ നിന്ന് വാങ്ങിയതാ. സ്വന്തം കടയിൽ നിന്നോ? എവിടുന്ന്? ഗോമതി സ്റ്റോഴ്സിൽ നിന്ന്. ഗോമതി സ്റ്റോഴ്സ്? അപ്പൊ പൈസ എവിടുന്ന? പൈസയൊക്കെ ആര് കൊടുത്തു? ഇതൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് വാങ്ങിച്ചോണ്ട് വന്നതല്ലേ. പിന്നീട് സ്ത്രീകളുടെ കാര്യങ്ങളൊക്കെ പറയാ. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ശ്രീദേവിക്ക് ആ ടെൻഷൻ. എന്റെ അമ്മേ, എന്ത് പരിപാടിയെ കാണിച്ചേ? എങ്ങാനും പൈസ എങ്ങാനും തരാൻ പറഞ്ഞാലും നിങ്ങൾ എന്ത് ചെയ്തേരാ? അപ്പൊ ഉദയണ്ണൻ എന്തേലും കള്ളത്തരം പറഞ്ഞേനോ? ഉദയവാന് പറഞ്ഞു, പിന്നെ ഇതൊക്കെ അവരെ ബാലനെയൊക്കെ നമ്മൾ അളന്നു കുറിച്ച് പഠിച്ചു വെച്ചിട്ടില്ല ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നേ. ബാലൻ അങ്ങനെ ചോദിക്കില്ല, അഭിമാനിയാന്നുള്ള കാര്യം അറിയാം. അതുകൊണ്ടല്ലേ നമ്മൾ അത്ര ധൈര്യത്തോടെ നമ്മളിങ്ങോട്ട് പോയെന്ന് ചോദിക്കാം. ശ്രീകല പറഞ്ഞു, കിട്ടിയ അവസരം പാഴാക്കില്ല. ഒരു മാസത്തിനുള്ള ഫുൾ സാധനങ്ങൾ അങ്ങോട്ട് വാങ്ങി എന്നും പറഞ്ഞ് അകത്തേക്ക് കയറി പോവാ. ശ്രീദേവിക്ക് വല്ലാത്ത നെഞ്ചടിപ്പ്. ശ്രീവിദ്യ പറഞ്ഞു, ചേച്ചി എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കണേ? ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഈ കല്യാണം നല്ല മംഗളകരമായിട്ട് നടക്കും. ഇപ്പൊ തന്നെ ആനന്ദേട്ടന് ശ്രീദേവി ചേച്ചി എന്ന് വെച്ച ജീവന. ആ മുഖഭാവം കണ്ടാൽ തന്നെ അറിയാം. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ശ്രീദേവി ചേച്ചി പറഞ്ഞ പോലെ ആയിരിക്കും കാര്യങ്ങളൊക്കെ. ആനന്ദേട്ടൻ ശ്രീദേവി ചേച്ചിയുടെ ഒപ്പം നിൽക്കും. ഇനിയിപ്പം നമ്മൾ പാപ്പരാന്ന് അങ്ങനെയൊക്കെ അറിഞ്ഞാൽ പിന്നെ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. നിങ്ങൾക്കൊരു കുഞ്ഞും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ആനന്ദേട്ടൻ ശ്രീദേവി ചേച്ചിനെ ഉപേക്ഷിക്കാനും പോകുന്നില്ല. അതുകൊണ്ട് ചേച്ചി ധൈര്യമായിട്ടിരിക്കുക, നല്ല കൂളായിട്ടിരിക്കുക. എന്തിനും ഏതിനും ഞാനും ഒപ്പം കൂടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ദേവിനെ അങ്ങനെ ആശ്വസിപ്പിക്കണം. ഒരു ധൈര്യമൊക്കെ ദേവിക്ക് കൊടുക്കുക. ഈ സമയം മിഥുനും അലോകും തമ്മിൽ കണ്ടുമുട്ടുകയാണ്. അപ്പൊ ഉച്ച കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഉച്ച കഴിഞ്ഞിട്ടാണ് ആര്യൻ ഡെലിവറി തുടങ്ങുന്നത്. ഡെലിവറി സ്റ്റാർട്ട് ചെയ്യുന്ന രാവിലെ മൊത്തം ലോഡിങ്ങുമായിട്ട് പോവാണല്ലോ. പിന്നീട് അലോകിനെ കണ്ടിട്ട് മിഥുൻ പറഞ്ഞു, ദേ അവന് ഡെലിവറി ആയിട്ട് വരും, ഞാൻ അവനെ വിളിച്ചിട്ടുണ്ട് കൊണ്ടുവരാനായിട്ട്. അങ്ങനെ വരുന്ന വഴിക്ക് അവനെ അപകടപ്പെടുത്താനായിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തണമെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ അലോക് പറഞ്ഞു, വാൻ ഡ്രൈവറെ വിളിക്കണ്ടേ? അതൊക്കെ വിളിച്ച് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവന് ഡെലിവറി ആയിട്ട് വരുന്ന സമയത്ത് ആ എസ്റ്റേറ്റ് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന ആ സ്ഥലമില്ലേ, അവിടെ വരുമ്പോഴത്തേനും അവന്റെ പുറകെ വാൻ അവനെ പിന്തുടരും. പിന്നെ അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്ന. ആർക്കും ഒരു സംശയവും തോന്നത്തില്ല. ഒരു അപകട മരണം അതായിരിക്കും നടക്കാൻ പോണേ. ഒരു ആക്സിഡന്റ് അവൻ ഇല്ലാതാവും പറയാം. ഇത് കേട്ടപ്പോൾ അലോക് പറഞ്ഞു, എനിക്ക് ചെറിയൊരു പേടിയാണെന്ന് പറയാം. എന്തിനാ പേടിക്കണേ? ഞാനല്ലേ കൂടെയുള്ളേ. പോരാത്തതിന് ഒരു അപകടം ആകുമ്പോൾ ആർക്കും പെട്ടെന്ന് സംശയങ്ങളൊന്നും തോന്നത്തില്ലെന്ന് പറയാം. അങ്ങനെ അവർ കാത്തിരിക്കുക. പിന്നീട് ഡെലിവറിയും കൊണ്ട് വരുന്ന സമയത്തിനും വാൻ ഡ്രൈവറെ വിളിച്ച് കാര്യങ്ങൾ പറയാം. അവൻ ഇപ്പൊ തന്നെ എന്നോട് പാസ് ചെയ്ത് വരും, എസ്റ്റേറ്റ് എന്നോടെ. അപ്പൊ അവനെ ഫോളോ ചെയ്തോണം, പുറകിൽ നിന്ന് ഇടിച്ച് തെറിപ്പിച്ചോണെന്ന് പറയണം. എല്ലാം ഓക്കെ ആക്കി വെച്ചു. പിന്നീട് ആനോടെ പാസ് ചെയ്ത് വരുവാണ്. അങ്ങനെ പാസ് ചെയ്ത് വരുമ്പോഴത്തേനും വാൻ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. ആനെ ഫോളോ ചെയ്ത് ഇങ്ങോട്ട് വരുവാണ്. അപ്പൊ ഇനി നാളെ കാണുമ്പോൾ അറിയാം എന്തൊക്കെ സംഭവിക്കുന്നു. ഒരിക്കലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ആരിനെ ഇല്ലാതാക്കിയ കഥ തീരുമല്ലോ. ആരിനൊന്നും സംഭവിക്കാനും പോകുന്നില്ല. ആരും രക്ഷപ്പെടും. പിന്നീട് ആൻ ആ സത്യങ്ങളൊക്കെ തിരിച്ചറിയും. തന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അലോകും ഇതിനും ചേർന്ന് നടത്തിയ ഗൂഢാലോചനകളൊക്കെ. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.